ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 92 കർമ്മമിശ്ര ഭക്തി. ശ്ലോകം 6. സോയം കാലേയ കാലോ ജയതി മുരരിപോ യത്ര സങ്കീർത്തനാദ്യൈർനിർയജ്ഞൈരേവ മാർഗൈരഖിലത ന ചിരാത് ത്വത്പ്രസാദം ഭജന്തേ. ജാതാസ്ത്രേതാ കൃതാദാവപി കില കലൗ സംഭവം കാമയന്തേ. ദൈവാത്തത്രൈവ ജാതാൻ വിഷയവിഷരസൈർമാ വിഭോ വഞ്ചയാസ്മാൻ. അർത്ഥം: മുരരിപോ മുരാരെ, വിഭോ പ്രഭോ, അഖിലത എല്ലാം കൊടുക്കുന്ന ഭഗവാൻ, നിർയജ്ഞൈ യജ്ഞങ്ങൾ കൂടാതെ, സങ്കീർത്തനാദ്യൈ കീർത്തനാദികളായ, മാർഗൈ ഉപാധികളാൽ, യത്ര കലിയിൽ, ന ചിരാത് വേഗത്തിൽ, ത്വത്പ്രസാദം അങ്ങയുടെ അനുഗ്രഹം, ഭജന്തേ ഭക്തന്മാർ നേടുന്നു, സ അയം അങ്ങനെയുള്ള ഈ, കാലേയ കാല കലികാലം, ജയതി എല്ലാറ്റിനും മീതെ വർത്തിക്കുന്നു, ത്രേതാകൃതാദൗ ത്രേതാകൃതം തുടങ്ങിയ യുഗങ്ങളിൽ, ജാത അഭി ജനിച്ചവരും, കലൗ കലിയുഗത്തിൽ, സംഭവം ജനനത്തെ, കാമയന്തേ കില ഹി ആഗ്രഹിക്കുന്നു എന്ന് പ്രസിദ്ധമാണ്, ദൈവാത് ഭാഗ്യത്താൽ, തത്ര ഏവ ആ കലിയിൽ തന്നെ, ജാതാൻ ജനിച്ചവരായ, അസ്മാൻ ഞങ്ങളെ, വിഷയവിഷരസൈ വിഷയങ്ങളുടെ വിഷമാകുന്ന രസങ്ങളിൽ, മാ വഞ്ചയ വഞ്ചിക്കരുത്. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സ അയം സോയം, കാലേയ കാലോ ജയതി മുരരിപോ യത്ര സങ്കീർത്തനാദ്യൈർ നിർയജ്ഞൈർ ഏവ മാർഗൈർ അഖിലത. ഖി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ന ചിരാത് ത്വത് പ്രസാദം ഭജന്തേ. ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ജാത സ്ത്രേത കൃതാദൗ അപി ഹി കില കലൗ സംഭവം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. കാമയന്തേ. ദൈവാത് തത്ര ഏവ ദൈവാത് തത്രൈവ ജാതാൻ വിഷയ വിഷരസൈർ മാ വിഭോ. ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വഞ്ചയാസ്മാൻ. വഞ്ചയ അസ്മാൻ ചേർത്തിട്ട് വഞ്ചയാസ്മാൻ. സോയം കാലേയ കാലോ ജയതി മുരരിപോ യത്ര സങ്കീർത്തനാദ്യൈർനിർയജ്ഞൈരേവ മാർഗൈരഖിലത ന ചിരാത് ത്വത്പ്രസാദം ഭജന്തേ. ജാതാസ്ത്രേതാ കൃതാദാവപി കില കലൗ സംഭവം കാമയന്തേ. ദൈവാത്തത്രൈവ ജാതാൻ വിഷയവിഷരസൈർമാ വിഭോ വഞ്ചയാസ്മാൻ. 7-ാമത്തെ ശ്ലോകം. ഭക്താസ്താവത് കലൗ സ്യുർദ്രമിളഭുവി തതോ ഭൂരിശസ്തത്ര ചോച്ചൈ. കാവേരീം താമ്രപർണീമനു കില കൃതമാലാം ച പുണ്യാം പ്രതീചീം. ഹാ മാമപ്യേതന്തർഭവമപി ച വിഭോ കിഞ്ചിദഞ്ജത് രസം ത്വയ്യാശാപാശൈർനിബധ്യ ഭ്രമയ ന ഭഗവൻ പൂരയത്തൊന്നിഷേവാം. അർത്ഥം: വിഭോ ഭഗവൻ, കലൗ താവത് കലിയുഗത്തിലാകട്ടെ, ഭക്ത സ്യു ഭക്തന്മാരുണ്ടാകും, തഥ അതിലും പ്രത്യേകിച്ചു, ദ്രമിള ഭുവി ദ്രമിള നാട്ടിൽ, ഭൂരിശ കൂടുതലുണ്ടാകും, തത്ര ച അതിനേക്കാൾ, കാവേരീം കാവേരിയെയും,
താമ്രപർണീം താമ്രപർണീ നദിയെയും കൃതമാലാം ച കൃതമാലാ നദിയെയും പുണ്യം പാവനമായ പ്രതീചീം പടിഞ്ഞാറോട്ടൊഴുകുന്ന ഭാരതപ്പുഴയെയും അനുസന്ധിക്കുന്നിടത്തു ഉച്ചൈകില ഉച്ചത്തിൽ അധികമായി ഉണ്ടാകുന്നു. ഹാ ആശ്ചര്യം! ഏതദന്തർഭവം അപി ച ഇതിൽപ്പെടുന്ന ദേശത്തു ജനിച്ചവരും ത്വയി അങ്ങയിൽ കിഞ്ചിത് അഞ്ജത് രസം കുറച്ചു ഭക്തി ഉണ്ടായവനുമായ മാമപി എന്നെയും ആശാപാശൈ ആശകളാകുന്ന കയറുകൾ കൊണ്ട് നിബധ്യ കെട്ടിയിട്ട് ന ഭ്രമയ മോഹിപ്പിക്കരുതേ. ത്വന്നിഷേവാം എൻ്റെ അങ്ങേക്കുള്ള സേവം പൂരയ പൂർണ്ണമാക്കിയാലും. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ഭക്ത ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സ്ഥാവത് കലൗ സ്യുർ ദ്രമിള ഭുവി ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തതോ ഭൂരിശ ഭൂ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സ്തത്ര ചോച്ചൈ അവിടെ വിസർഗം. കാവേരീം താമ്രപർണീം അനു കില കൃതമാലാം ച പുണ്യാം പ്രതീചീം ഹ മാം അപ്യേതത് അന്തർഭവം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അപി ച വിഭോ ഭോ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. കിഞ്ചിത് അഞ്ജത് രസം ത്വയി ആശാപാശൈർ നിബധ്യ ധ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭ്രമയ ഭ്ര എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ന ഭഗവൻ ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ചിട്ട് പറയണം. പൂരയ ത്വന്നിഷേവാം ഭക്താസ്താവത് കലൗ സ്യുർദ്രമിള ഭുവി തതോ ഭൂരിശസ്തത്ര ചോച്ചൈ കാവേരീം താമ്രപർണീമനു കില കൃതമാലാം ച പുണ്യാം പ്രതീചീം ഹാ മാമപ്യേതദന്തർഭവമപി ച വിഭോ കിഞ്ചിദഞ്ജത് രസം ത്വയ്യാശാപാശൈർനിബധ്യ ഭ്രമയ ന ഭഗവൻ പൂരയത്വന്നിഷേവാം. എട്ടാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കലിമപകരുണം പ്രാങ്മഹീക്ഷിത് പരീക്ഷിത് ഹന്തും വ്യാകൃഷ്ടഖഡ്ഗോപി ന വിനിഹതവാൻ സാരവേദീ ഗുണാംശാത് ത്വത്സേവാദ്യാശു സിദ്ധ്യേത് അസദിഹ ന തഥാ ത്വത്പരേ ചൈഷ ഭീരു യത്തു പ്രാഗേവ രോഗാദിഭിരപഹരതേ തത്ര ഹാ ശിക്ഷയൈനം. അർത്ഥം: പ്രാക് പണ്ട്, മഹീക്ഷിത് രാജാവായ പരീക്ഷിത് പരീക്ഷിത്ത്, അപകരുണം. അർത്ഥം: പ്രാക് പണ്ട്, മഹീക്ഷിത് രാജാവായ പരീക്ഷിത് പരീക്ഷിത്ത്, അപകരുണം കാരുണ്യമില്ലാത്തവനും, ധർമ്മദ്രോഹം ധർമ്മദ്രോഹിയുമായ, തം ആ കലിം കലിയെ, ദൃഷ്ട്വ കണ്ടിട്ട്, ഹന്തും കൊല്ലുന്നതിന്, വ്യാകൃഷ്ട ഖഡ്ഗ അപി വാളുറയിൽ നിന്നൂരിയെങ്കിലും, സാരവേദി തത്വമറിയുന്നവനായിട്ട്, ഗുണാംശാത് ഗുണാംശം ഉള്ളതുകൊണ്ട്, ന വിനിഹതവാൻ കൊന്നില്ല, ഇഹ ഈ കലിയുഗത്തിൽ, ത്വത്സേവാദി അങ്ങയുടെ സേവ മുതലായവ, ആശു വേഗം, സിദ്ധ്യേത് ഫലവത്താകും, അസത് അസത്തായ കർമ്മം, ഭീരു ച ഭീരുവാകുന്ന, പ്രാക് ഏവ മുമ്പ് തന്നെ, രോഗാദിഭി രോഗാദികളാൽ, അപഹരതെ ജനങ്ങളെ അപഹരിക്കുന്നു, യത് തു ഹ യാതൊന്നാകട്ടെ കഷ്ടം, തത്ര ആ വിഷയത്തിൽ, ഏനം ഇവനെ, ശിക്ഷയ ശിക്ഷിച്ചാലും. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ദൃഷ്ട്വാ ധർമ്മ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദ്രുഹം തം കലിം അപകരുണം
പ്രാങ് മഹീക്ഷിത് ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പരീക്ഷിത് ഇവിടെയും ക്ഷി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഹന്തും വ്യാകൃഷ്ട ഖഡ്ഗ അപി ചേർത്തിട്ട് ഖഡ്ഗോപി ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. നവിനിഹതവാൻ സാരവേദി ഗുണാംശാത് ത്വത് സേവാദ്യാശു സിദ്ധ്യേത് ധ്യേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അസത് ഇഹ ന തഥാ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ത്വത് പരേ ചൈഷ ഭീരുർയത് ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. തു പ്രാക് ഏവ രോഗാദിഭിർ ഭീ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. അപഹരതേ തത്ര ഹ ശിക്ഷയൈനം ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കലിമപകരുണം പ്രാങ്മഹീക്ഷിത് പരീക്ഷിത് ഹന്തും വ്യാകൃഷ്ട ഖഡ്ഗോപി നവിനിഹതവാൻ സാരവേദി ഗുണാംശാത് ത്വത്സേവാദ്യാശു സിദ്ധ്യേത് അസദിഹ ന തഥാ ത്വത്പരേ ചൈഷ ഭീരു യത്തു പ്രാഗേവ രോഗാദിഭിരപഹരതേ തത്ര ഹാ ശിക്ഷയൈനം. 9ാമത്തെ ശ്ലോകം. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജാ പരപുരുഷ തഥൈകാദശീ നാമവർണ്ണാ ഏതാന്യഷ്ടാപ്യയജ്ഞാന്യൈ കലിസമയേ ത്വത്പ്രസാദപ്രസിദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദധുഋഷയസ്തേഷു മാം സജ്ജയേഥാ. അർത്ഥം: ഐ പരപുരുഷ, അല്ലയോ പരമാത്മസ്വരൂപ, ഗംഗ ച ഗംഗയും, ഗീത ഭഗവത്ഗീതയും, ഗായത്രി അഭി ഗായത്രിയും, തുളസിക ച തുളസിയും, തത് ആ ഗോപികാചന്ദനം ഗോപികാചന്ദനവും, സാളഗ്രാമാഭിപൂജ സാളഗ്രാമ പൂജയും, തഥ അപ്രകാരം, ഏകാദശി ഏകാദശിയും, നാമവർണ്ണ ഭഗവൻ നാമാക്ഷരങ്ങളും, ഏതാനി ഈ, അഷ്ട അപി എട്ടും, ത്വത്പ്രസാദ പ്രവൃത്തിയ അങ്ങയുടെ അനുഗ്രഹാധിക്യം കൊണ്ടും, അയജ്ഞാനി വിഷമം കൂടാതെ, കലിസമയേ കലിയുഗത്തിൽ, ക്ഷിപ്രം വേഗം, മുക്തിപ്രദാനി ഇതി മോക്ഷം കൊടുക്കുന്നവയെന്ന്, ഋഷയ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാർ, അഭിദധു പറഞ്ഞിട്ടുണ്ട്, മാം എന്നെ, തേഷു അവയിൽ, സജ്ജയേഥാ അങ്ങ് തയ്യാറാക്കണം. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ഗംഗ, ഗീത ച ഗായത്രി അപി ഗായത്രി അപി, ച തുളസിക ഗോപിക ചന്ദനം, തത് സാളഗ്രാമാഭിപൂജ പരപുരുഷ, അവിടെ മെല്ലെ നിർത്താം, ആശ്ചര്യചിഹ്നമുണ്ട്. തഥൈകാദശി തഥ ഏകാദശി അത് ചേർത്ത് ചൊല്ലുമ്പം തഥൈകാദശി, ഥൈ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. നാമവർണ്ണ നീട്ടിയിട്ട് വിസർഗം. ഏതാനി അഷ്ട അപി യജ്ഞാനി ഐ ചേർത്ത് ചൊല്ലുമ്പോൾ ഏതാന്യഷ്ടാപ്യയജ്ഞാന്യൈ കലിസമയേ ത്വത് പ്രസാദപ്രസിദ്ധ്യ, ധ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ക്ഷിപ്രം ക്ഷി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. മുക്തി പ്രദാനീതി അഭിദധു അവിടെ വിസർഗം. ഋഷയസ്തേഷു മാം സജ്ജയേഥാ നീട്ടിയിട്ട് വിസർഗം. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതേപോലെ പ്രധാനീത്യഭിദധു, അഭി എന്നുള്ളതിൻ്റെ ഭീ എന്ന് നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അടുത്ത ദ എന്ന് ദയേൽത്തെ, പിന്നെ വരുന്ന ധു എന്ന് നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജാ പരപുരുഷ തഥൈകാദശീ നാമവർണ്ണാ ഏതാന്യഷ്ടാപ്യയജ്ഞാന്യൈ കലിസമയേ
त्वत्प्रसादप्रसिद्ध्या क्षिप्रं മുക്തിപ്രദാനീത്യഭിദധുർഷയസ്തേഷു മാം സജ്ജയേഥാ. അടുത്തത് 10ാമത്തെ ശ്ലോകം. ദേവർഷീണ പിതॄണാമപി ച ന പുനരിണീ കിങ്കരോ വാസഭൂമൻ യോസൗ സർവാത്മനാ ത്വാം ശരണമുപഗതഃ സർവകൃത്യാനി ഹിത്വാ തസ്യോത്പന്നം വികർമാപ്യഖിലമപനുദസ്യേവ ചിത്തസ്ഥിതസ്ത്വം തന്മേ പാപോത്ഥതാപാൻ പവനപുരപതേ രുന്ധി ഭക്തിം പ്രണീയാ. അർത്ഥം: ഭൂമൻ ബ്രഹ്മസ്വരൂപനായ ദേവ, പവനപുരപതേ ഗുരുവായൂരപ്പ, യാതൊരുവൻ സർവകൃത്യാനി എല്ലാ കാര്യങ്ങളും ഹിത്വ ഉപേക്ഷിച്ചിട്ട് സർവാത്മന എല്ലാ തരത്തിലും ത്വാം അങ്ങയെ ശരണം ഉപഗത പ്രാപിച്ചവനാകുന്നുവോ സ അസൗ അയാൾ വീണ്ടും പിന്നീട് ദേവർഷീണാം ദേവന്മാരുടെയും ഋഷികളുടെയും പിതॄണാം അപി പിതൃക്കളുടെയും ഋണീവ കടക്കാരനായും കിങ്കരനായും തീരുകയില്ല. ചിത്തസ്ഥിത ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ത്വം അങ്ങ് തസ്യ അവന് ഉത്പന്നം ഉണ്ടാകുന്ന അഖിലം എല്ലാ വികർമ്മ അപി വിരുദ്ധ കർമ്മത്തെയും അപനുദസി ഏവ നശിപ്പിക്കുന്നു. തത് അതുകാരണം മേ എൻ്റെ പാപോത്ഥതാപാൻ പാപത്തിൽ നിന്നുണ്ടായ ദുഃഖങ്ങളെ രുന്ധി തടഞ്ഞാലും ഭക്തിയെ പ്രണീയ നൽകിയാലും. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ദേവർഷീണാം പിതॄണാം അപി ന പുനർഋണീ കിങ്കരോ വാ സ ഭൂമൻ. ഭൂ എന്നുള്ള അക്ഷരം ഉറപ്പിച്ചിട്ട് പറയണം. യ അസൗ യോസൗ സർവാത്മനാ ത്വാം ശരണം ഉപഗത. അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സർവ എന്നുള്ളതിന് ഒരു സാന്ന് മതി, ചേർത്തു ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. സർവ. അങ്ങനെ കൃത്യാനി ഹിത്വ തസ്യോത്പന്നം വികർമാപ്യഖിലം ഖി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അപനുതസ്യേവ ചിത്തസ്ഥിത സ്ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സ്ത്വം തന്മേ പാപോത്ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. താപാൻ പവനപുരപതേ രുന്ധി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഭക്തിം എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. പ്രണീയാ നീട്ടിയിട്ട് വിസർഗം. ദേവർഷീണാ പിതॄണാമപി ച ന പുനരിണീ കിങ്കരോ വാസഭൂമൻ യോസൗ സർവാത്മനാ ത്വാം ശരണമുപഗതഃ സർവകൃത്യാനി ഹിത്വാ തസ്യോത്പന്നം വികർമാപ്യഖിലമപനുതസ്യേവ ചിത്തസ്ഥിതസ്ത്വം തന്മേ പാപോത്ഥതാപാൻ പവനപുരപതേ രുന്ധി ഭക്തിം പ്രണീയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ഹരിനാരായണ ജയനാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.